ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഒരു വർക്കാണ് എന്ന് ഞാൻ കാണിക്കുന്നത്. കുഞ്ഞുറങ്ങുന്ന സമയം നോക്കി ഞാൻ പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ നമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരു സാമ്പിൾ വർക്കായിട്ടോ അല്ല നേരത്തെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത വർക്കുകളോ ഒന്നും തന്നെ അവൾ കണ്ടിട്ടില്ല. അതൊന്നും കാണാതെ തന്നെ എന്നെ വിശ്വസിച്ച് അവളുടെ കല്യാണ ബ്ലൗസ് തന്നെ ഏൽപ്പിച്ചു. ഈ വർക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇവൾ ചെയ്യാമോ എന്നെല്ലാം ചോദിച്ചതിന് ശേഷം എനിക്ക് സാരി എടുത്തതും എല്ലാം അയച്ചു തന്നു. അപ്പോൾ ഇത് കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അവളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ എന്ന് ചോദിച്ചിട്ട് അതനുസരിച്ച് ഞാനിത് ഓരോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം മിക്കതും ഓൺലൈനിൽ നിന്ന് വാങ്ങി. പിന്നെ ഞാൻ നേരിട്ട് പോയി വാങ്ങിയതാണ്. മോട്ടി എന്ന് പറഞ്ഞിട്ട് അടൂരുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. നേരിട്ടും ഓൺലൈനും ഒക്കെ ആയിട്ടാണ് വാങ്ങിയത്. അപ്പം ഞാൻ നേരത്തെ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് തുടക്കം തൊട്ട് ഒന്നും കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ രാത്രിയും പകലും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 3-4 ദിവസങ്ങൾ കൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാരണം വെച്ചാൽ വലിയ വർക്കായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും പക്ഷേ അത് ചെയ്യാൻ വേണ്ടി കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനും ഒറ്റ ഇരിപ്പിന് ചെയ്ത് തീർക്കാനും പറ്റാത്തത് കൊണ്ട് പല ദിവസങ്ങളിലായിട്ടും പകലും അല്ലെങ്കിൽ ചില ദിവസം രാത്രിയും അല്ലെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റും അങ്ങനെയൊക്കെയാണ് ഞാനിത് ചെയ്ത് തീർത്തത്. മുൻപ് ഇതുപോലെ വർക്ക് ചെയ്ത് എനിക്ക് യാതൊരു പരിചയമില്ലാത്തത് കൊണ്ട് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്കിതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസും അതുപോലെ തന്നെ റെഫറൻസ് പിക്കും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് റെഫറൻസ് പിക്കും ട്യൂട്ടോറിയൽ വീഡിയോസും ഒക്കെ നോക്കി പിന്നെ എൻ്റെ ചേച്ചിക്ക് ഒരു ബ്യൂട്ടിക്കുണ്ട്. ചേച്ചി ഇതുപോലെ ബ്രൈഡൽ ബ്ലൗസിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം ചേച്ചിക്ക് ആ സമയത്ത് ചേച്ചിക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ചേച്ചിയുടെ ഐഡിയാസും പിന്നെ ഞാൻ വാങ്ങിയ സാധനത്തിൻ്റെ ഒക്കെ അവൈലബിലിറ്റി ഒക്കെ വെച്ചിട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻസൊക്കെ ഞങ്ങൾ വരച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവളോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ചെയ്തു തുടങ്ങുമ്പം എനിക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ട് വരത്തില്ല. അപ്പം ഞാനത് മൊത്തം അഴിച്ച് കളയും. വീണ്ടും ഞാൻ ചെയ്യും. അങ്ങനെ ഒരു 3-4 തവണ അഴിച്ചുപണിയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഒരു ഡിസൈനിലേക്ക് എത്തിയത്. പക്ഷേ തുടക്കം തയ്ച്ച് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസൈൻ അല്ലായിരുന്നു ലാസ്റ്റ് വന്നത്. പിന്നെ അവൾക്ക് അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൾ എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്തതിൻ്റെ അത്രയും ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഓർത്ത് എനിക്ക് സംതൃപ്തി തോന്നി. എങ്കിൽ പോലും അത് കറക്റ്റ് നല്ലൊരു ഡിസൈനായിട്ട് വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ചെറിയ രീതിയിലൊരു സങ്കടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം വെച്ചാൽ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി കുഞ്ഞിനെ നോക്ക് അല്ലെ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഏറ്റവും നന്നായിട്ട് അവൾക്ക് ചെയ്തു കൊടുക്കൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ ഞാൻ കുറച്ച് ഓൺലൈനിൽ വാങ്ങിയെങ്കിലും ഇതിലും കുറച്ച് സാധനങ്ങൾ നേരിട്ട് തന്നെ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഏട്ടനെയും കൊണ്ട് അടൂർ പോയി. ഏട്ടനും കുഞ്ഞുമൊക്കെ ആയിട്ട് അടൂർ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വന്നത്. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമാണ് അടൂർ. ഒരേ ജില്ലയാണെന്ന് പറഞ്ഞാലും നമുക്ക് നല്ല ദൂരമാണ്. പക്ഷെ അവിടെയൊക്കെ കൊണ്ടുപോയി ഏട്ടൻ എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിത്തന്നു. ഞാൻ പറഞ്ഞില്ലേ രാത്രിയും പകലും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ രാത്രിയിൽ കുഞ്ഞിനെ ഉറക്കെ കിടത്തിയിട്ട് രാത്രിയിൽ ചെയ്ത വർക്കാണ്. അപ്പോൾ ഇതിനകത്ത് കാശെന്ന് പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അത് ഈ വട്ടത്തിലിരിക്കുന്നത്, അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ കല്യാണത്തിൻ്റെ ബ്ലൗസിൽ എൻ്റെ ചേച്ചി എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഫറൻസ് പിക്കായൊക്കെ അവൾക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് അതൊക്കെ അവൾക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രാത്രിയും പകലും ഒക്കെ ആയിട്ടാണ് ചെയ്തത്. ഓരോന്നും കുത്തി എടുത്ത് ചെയ്തതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൈക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ കൂട്ടുകാരിക്ക് ഞാൻ എൻ്റെ 100% ആത്മാർത്ഥതയോടെ ചെയ്തു കൊടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോന്ന് സത്യം പറഞ്ഞാൽ അവൾക്ക് ഞാൻ ഇതിൻ്റെ ഓരോന്നും അപ്ഡേഷൻസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നും ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. അവളോട് ഞാൻ പറഞ്ഞത് നിനക്കെന്തായാലും ഇത് ബോറായി തോന്നി എന്ന് നിനക്ക് പറയേണ്ടി വരത്തില്ല. ആ രീതിയിലായിരിക്കും ഏറ്റവും നന്നായിട്ട് എൻ്റെ 100% ഞാൻ കൊടുത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അവൾ പലതവണ എന്നോട് ഫോട്ടോ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. അങ്ങനെ ഏറ്റവും അവസാനം ഇനിയെങ്കിലും എനിക്ക് ഫോട്ടോ തരാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്രാഫ്റ്റ് വീഡിയോസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളും പെയിൻറ്റിങ് ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്കൊരു അടിത്തറയായിട്ട് കിട്ടിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അമ്മ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് കൂടുതൽ എനിക്ക് പഠിക്കാൻ പറ്റിയതും ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നാണ്. ഞാൻ 5 തൊട്ട് +2 വരെ പഠിച്ചത് ഗേൾസ് ഓൺലി സ്കൂളിലാണ്. അപ്പോൾ അവിടെ നമുക്ക് പാഠ്യ വിഷയങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങളായിട്ട് നമുക്ക് സ്വയം തൊഴിൽ പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ തയ്യലായിട്ടും
പെയിൻറ്റിങ്, ഡ്രോയിങ്, ക്രാഫ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചത് സിസ്റ്റർ സോഫിയാണ്. ഈ ഒരു അവസരം സിസ്റ്ററിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ കുറച്ചൊക്കെ റീച്ചായിട്ട് ഒരു പ്ലേ ബട്ടനൊക്കെ കിട്ടുന്ന സമയത്ത് സിസ്റ്ററിൻ്റെ അടുക്ക പോകണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം, നേരിട്ട് സിസ്റ്ററിനോടൊരു താങ്ക്സ് പറയണം എന്നൊക്കെ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അങ്ങനെ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുക. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്, നല്ല വീഡിയോസൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കൂട്ടുകാരുടെ കല്യാണം മാർച്ച് 3-ാം തീയതി ആണെങ്കിലും ഞാൻ ഈ വീഡിയോസ് ഒരുപാട് ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പിന്നെ 2 ദിവസം മുന്നേ, കല്യാണത്തിന് 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ധൃതി വെച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബ്ലൗസ് മൊത്തത്തിൽ തയ്ച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതിൻ്റെ ഹുക്ക് വെക്കണം, അതിൻ്റെ വണ്ണം അടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് പണി തീർക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞ് എൻ്റെ പുറകെ നിന്ന് മാറത്തില്ല. ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ പുറകെ നിൽക്കും, ഓരോന്ന് പെറുക്കാനൊക്കെ ആയിട്ട് വരും. എൻ്റെ വീട്ടിൽ വന്നു കഴിയുവാണെന്നുണ്ടെങ്കിൽ എന്നെ വലിയ മൈൻഡത്തൊന്നുമില്ല, അമ്മയുടെയും അനിയൻ്റെയും കൂടെ പോകും. അതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കണം, എന്നിട്ട് അവളുടെ കൊടുത്തിട്ട് വണ്ണമൊക്കെ അടിക്കണം. അതിനുവേണ്ടി ധൃതി വെച്ച് ചെയ്യുവാണ്. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു അപാകതയൊക്കെ ആയിട്ട് തോന്നും, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും, ക്ഷമിച്ച് കളയുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കണം കേട്ടോ. ഇതിനകത്ത് എൻ്റെ സന്തോഷമാണ് അറിയിക്കുന്നത്. കാരണം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിതൊക്കെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓരോ നൂലും കുത്തി എടുത്തിരിക്കുന്നത്. ബാക്കി കുറച്ച് വന്നിരിക്കുന്ന ഐറ്റംസ് ഞാൻ അതിനകത്ത് വെക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഞാൻ ചെയ്തതിനകത്ത് നൂല് വിട്ടുപോയതിന് തയ്ച്ച് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം കല്യാണ ദിവസം അച്ഛനാണ് എന്നെ കൊണ്ടുവിടുന്നത്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് ബസ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ. കല്യാണം നടക്കുന്ന സ്ഥലം ആനിക്കാടാണ്. അവിടേക്ക് എപ്പോഴും ബസ്സൊന്നും ഇല്ല. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ കൃത്യസമയത്ത് ബസ് കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ അന്നേ ദിവസം ഓട്ടോ ഉണ്ടായിരുന്നെങ്കിലും എന്നെ നോക്കി നിന്ന് സമയം പോയെന്ന് പറഞ്ഞിട്ട് എന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. കല്യാണ സ്ഥലത്തെത്തി എനിക്ക് എൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് നാൾക്ക് ശേഷമാണ് എല്ലാവരെയും കാണുന്നത്. അനുശ്രീയുണ്ട്, ലിജി, നീതു, ജിഷ. അനുശ്രീക്ക് ഒരു കുഞ്ഞു വാവയുണ്ട്. പിന്നെ ജിഷ പ്രഗ്നൻ്റ് ആണ്. പിന്നെ 2 പേര് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ അവരെല്ലാം കണ്ടുകൊണ്ട് ഒരുപാട് സന്തോഷം. പിന്നെ രേഷ്മയായിട്ട് നിന്ന് ഫോട്ടോ എടുത്തു. അവിടുന്ന് ഫോട്ടോ എടുത്ത് ഇറങ്ങിയപ്പോൾ ഒരാളെയും കൂടെ കണ്ടു, ചിപ്പി. അവൾക്കും ഒരു കുഞ്ഞുണ്ട്. അതും കഴിഞ്ഞ് പോകാതെ നിന്നപ്പോൾ പൂർണ്ണിമയെ കണ്ടു. അവളുടെ രേഷ്മയുടെ ചേച്ചിയെ കണ്ടു. എല്ലാവർക്കും ബ്ലൗസിൻ്റെ വർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ രേഷ്മ അയച്ചു തന്ന അവളുമായിട്ടുള്ള ചാറ്റായിട്ട് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളുടെ ചേട്ടനുമായിട്ടുള്ള ഫോട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബൈ.